ഹലോ, ഇന്ന് അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള പാലക്കാടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള സേവയും ചട്നിയും അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. നമസ്കാരം. ഇന്ന് നമ്മളുടെ വിഭവം സേവയാണ്. സേവ പറഞ്ഞ എന്താ അമ്മേ? പുഴുങ്ങുവരി നന്നായി നൈസായി അരച്ചിട്ട് അതിനെ നല്ലോണം വെള്ളം ആക്കിയിട്ട് അത് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനെ നന്നായിട്ട് കിണ്ടിയെടുക്കണം. പാലക്കാടുകാരുടെയാണ് ഈ സേവ. ഇടിയപ്പവും ഇതും കൂടിയുള്ള വ്യത്യാസം, ഇത് പുഴുങ്ങലരി അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മറ്റേത് പച്ചരി പൊടിച്ച് വറുത്തിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഇതാണല്ലേ സേവ നമ്മുടെ? ഇതാണ്. ഇത് എന്തൊക്കെ സേവയാ? സാദാ സേവ, ലെമൺ സേവ, കോക്കനട്ട് സേവ. പിന്നെ ഇതെന്താ സംഭവം? ഇത് ചട്നി. ഇതിന്റെ കൂടെയുള്ള കോമ്പിനേഷനാ? ഇതിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ ചട്നി. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം അല്ലേ? ഇത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. 2 കപ്പ് പുഴുങ്ങലരി ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് കേട്ടോ ഇത്. 2 ഗ്ലാസ് പൊന്നിയരി അരച്ചിട്ട് അത് ഇങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നൈസായി അരയണോ? നല്ലോണം നൈസായി അരയണം. അതിൽ പാകത്തിന് വെള്ളം ഒഴിക്കുക. നല്ലോണം വെള്ളം പോലെ കലക്കുക. ഇതിന് ആവശ്യത്തിന് ഉപ്പിടുക. ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ നല്ലപോലെ ഇളക്കിയിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് വൃത്തിയായി വെള്ളം ഒഴിച്ച് കലക്കണം. ഈ പരുവമാവണം. ഇനി എന്താ ചെയ്യുക? എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിൽ കുറച്ച് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ മാവിനെ അതിലൊഴിക്കുക. ഈ മാവിനെ അതിലൊഴിച്ച് കട്ട വരാതെ കണ്ട് നന്നായിട്ട് ഇളക്കുക. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഈ അരച്ച് വെച്ച മാവിനെ നമ്മളതിൽ ഒഴിക്കുകയാണ്. പാത്രത്തിനെ കഴുകി ഒരു തുള്ളിയും കൂടി ഒഴിക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ നന്നായി ഇളക്കുക. കട്ടയില്ലാതെ അല്ലേ? കട്ടയില്ലാതെ കട്ട പിടിക്കാതെ ഇളക്കണം. അത് കട്ടിയാവാൻ തുടങ്ങിയില്ലേ? കുറേശ്ശെ കട്ടിയാവാൻ തുടങ്ങി. നല്ലോണം കട്ടിയാവണം. കൊഴക്കട്ട പരിമാരിയാണോ? പോലെ കൊഴക്കട്ട പോലെ കൊഴക്കട്ട പരിവാവണം. അപ്പം അതിന് ഏതൊക്കെ ടൈപ്പ് ഉണ്ടാക്കാമേ? സേവ വെറുതെ കടുകും മുളകും പരിപ്പും വറുത്തിട്ടിട്ട് ഉണ്ടാക്കാം. അതിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് വേറൊരു ടൈപ്പ് ഉണ്ടാക്കാം. പിന്നെ എല്ലാം കഴിഞ്ഞ് കുറച്ച് ലെമൺ പിഴിഞ്ഞ് ഒഴിക്കാം. ലെമൺ സേവ, കോക്കനട്ട് സേവ, നോർമൽ സേവ. ഇത് കട്ടിയായി തുടങ്ങിയില്ലേ? ഇതിന്റെ കൂടെ എന്താ കൂട്ടി കഴിക്കാൻ ചട്നി ഉണ്ടാക്കാം. ചട്നി ഉണ്ടാക്കാം. കട്ടിയുണ്ടല്ലോ ഇത് കൊഴക്കട്ടമാരി. പക്ഷെ വെന്തില്ല തോന്നുന്നു അല്ലേ? മുഴുവനായിട്ട് മതിയോ? അപ്പോൾ ഓഫ് ചെയ്യാൻ പോവാ? ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് 5 മിനിറ്റ് വെച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഉരുള ഉരുട്ടിയിട്ട് കൊഴക്കട്ട ഉരുട്ടി ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കുക. ഓക്കെ. എന്നിട്ട് അത് ഇഡ്ഡലി കുത്തി നോക്കണ പോലെ വാവായൊന്ന് നോക്കുക. ഒരുപാട് വേവാൻ പാടില്ല. കല്ലായ പിഴിഞ്ഞാൽ കിട്ടില്ല. പാത്രത്തിലേക്ക് ആക്കണം കേട്ടോ. ഒന്ന് ചൂടാറാൻ വെക്കുന്നതാ? അല്ലെങ്കിൽ അത് അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് അടിയിലത്തെ പിഴിയാൻ കിട്ടില്ല. ഒരു തുള്ളി എണ്ണ കയ്യിലാക്കുക. എന്നിട്ട് ഇതിനെ
ഓരോരോ ഉരുളയാക്കിയിട്ട് വലിയ വലിയ ഉരുള വേണോ? സേവനാഴിയിൽ കൊള്ളുന്ന പോലെ ആക്കാം. ഒന്നിച്ച് എത്ര എണ്ണം വേവിക്കും? 6 ഉണ്ട വേവിക്കാം. നോക്കാം കൊള്ളുന്നു. ഒന്നിച്ച് വേവിച്ചാൽ കട്ടിയാവില്ലേ? നമുക്ക് പിഴിഞ്ഞെടുക്കാൻ കിട്ടിയില്ലെങ്കിലോ? അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് കുറച്ച് വെക്കുന്നത്. അപ്പോഴേക്കും കനം വന്നു കഴിഞ്ഞാൽ കുഴിഞ്ഞാൽ കിട്ടില്ല. പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആവിയിൽ വയ്ക്കാം. 5 ഉണ്ട വെച്ച് കൊടുക്കാം. ഇതിൽ 6 എണ്ണത്തിന് ഇടവുണ്ട്. 6 എണ്ണം വെക്കാം. ഇങ്ങനെ അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റ് ആയില്ലേ? കുത്തി നോക്കിയില്ല, ഇതിലൊന്നും ഒട്ടിയിട്ടില്ല. അപ്പം അത് നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് അതിനെ പിഴിയാം. നമുക്കൊന്ന് പിഴിഞ്ഞ് നോക്കാം. ഇത് ഓഫ് ചെയ്യോ ഇത്? അതോ അങ്ങനെ തന്നെ വെക്കോ? ഓഫ് ചെയ്യോ? ഓഫ് ചെയ്യണ്ട, താത്തി വെച്ചാൽ മതി. ഓഫ് ചെയ്താൽ പിഴിഞ്ഞാൽ കിട്ടില്ല. ഇതില് എണ്ണയൊക്കെ തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഉണ്ട എടുത്ത് അതിലിട്ടിട്ട് പിഴിയാം. മേലേക്ക് മേലെ പിഴിയാതെ ശ്രദ്ധിക്കണം. നമുക്ക് ബന്ധമെന്ന് അറിയണമെങ്കിൽ ഇതിൽ ഇങ്ങനെ മാവുണ്ടോ എന്ന് നോക്കുക. പത്ത് മുതൽ 15 മിനിറ്റ് വരെ വെക്കണം അല്ലേ? അതെ. എന്നിട്ട് നമ്മൾ ഇതിനെ ഇതിലിട്ടിട്ട് പിഴിയാം. മേലേക്ക് മേലെ പിഴിയണ്ട. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ കല്ലായിട്ട് പിഴിയാൻ കിട്ടില്ല. കുഴക്കട്ടയ്ക്ക് കല്ല് അതിൻ്റെ ഇത് പരുവം ആവാൻ പാടില്ല. അപ്പം നമ്മളിതാ സേവയൊക്കെ പിഴിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 3 തരത്തിലുള്ള സേവ ഉണ്ടാക്കി നോക്കാം. ആദ്യം നോർമൽ ഒരു സേവയാണ് കേട്ടോ. അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുക് ഇത്ര കടലപ്പരിപ്പിടുണ്ട്. ആയതിനു ശേഷം കടലപ്പരിപ്പ് ഒരു ഇതായിട്ട് ഉഴുന്ന് പരിപ്പിടുക. അതിലപ്പം 2 മുളക് പൊട്ടിച്ചിട്ട് പിന്നെ കരുവേപ്പിലയിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ച സേവ ഇതിൽ കുറേശ്ശായിട്ട് ഇതിലെടുത്ത് ഇതിനെ 3 പാർട്ടായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കണം. 3 പാർട്ടായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് നോർമൽ ആയിട്ടുള്ള സേവ. ഇതിൽ തേങ്ങ ഇട്ട കോക്കനട്ട് സേവയല്ലേ? നമ്മുടെ നോർമൽ സേവ റെഡി ആയിട്ടുണ്ടല്ലേ? എണ്ണ പോരാന്നുള്ളവർക്ക് കുറച്ച് മേലെ പോരാം. വലിയ പീസുകളെ കൈകൊണ്ടോ ചട്ടം കൊണ്ടോ ഉടച്ചിട്ട് അതിനെ ഒപ്പാക്കുക. അപ്പം നമ്മുടെ സേവ റെഡി. ഇതിന് കുറച്ച് തേങ്ങ മേലെ ഇട്ട് കൊടുത്താൽ അത് കോക്കനട്ട് സേവയാണ്. ഇതിട്ട് ഇളക്കണ്ടേ? തേങ്ങ ചൂടാവും എന്തെങ്കിലും വേണോ? കുറച്ചൊന്നും ചൂടായിക്കോട്ടെ. അപ്പം അങ്ങനെ രണ്ടാമത്തെ സേവ കോക്കനട്ട് സേവയും റെഡി അല്ലേ? ഇത് കോക്കനട്ട് സേവ. അതെന്താ ഉണ്ടാക്കണേ? നമ്മൾ ഇനി ലെമൺ സേവ ഉണ്ടാക്കാം കേട്ടോ. അതിലൊരു 2 ടീസ്പൂണോ 3 ടീസ്പൂണോ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം അല്ലേ? ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. കടുക് പൊട്ടി തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. എന്താട്ടെ? കുറച്ച് ഉഴുന്ന് പരിപ്പിട്ടിട്ടുണ്ട്. നന്നായി ചോർന്നാൽ ഇതായിട്ട് 2 മുളക് പൊട്ടിച്ചിട്ടുണ്ട്. ആവശ്യം പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഹോട്ടലുകളിലൊക്കെ കിട്ടണമെങ്കിൽ ഇതിൽ കുറച്ച് ക്യാരറ്റും ചില സമയത്ത് അവരിട്ടിട്ടുണ്ടാവും. ഇനി നമുക്കതിലേക്ക് ആ വേവിച്ച് വെച്ച സേവ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
വാങ്ങി വെച്ചിട്ട് കുറച്ച് ലെമൺ അവരവരുടെ പുളിക്കനുസരിച്ച്, പുളി ഇഷ്ടത്തിനനുസരിച്ച്, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ ലെമൺ ഒഴിച്ചു അല്ലേ? ലെമൺ ഒഴിച്ച് നന്നായി ഇളക്കുക. ലെമൺ സേവ റെഡിയായി. അപ്പം നമ്മുടെ സേവയ്ക്ക് റെഡി ആയപ്പോൾ ഇതിന് പാകത്തിന് ഒരു ചട്നിയും കൂടി അമ്മ റെഡിയാക്കുന്നുണ്ട്. ചട്നിയും കൂടി ഉണ്ടാക്കാൻ അതിന് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, പച്ചമുളക് പൊടിച്ചിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, അതൊന്ന് ചോക്കണ വരെ വറുക്കുക, ഒന്ന് ആവുന്ന വരെ. കടലപ്പരിപ്പ് നല്ലോണം ആയിട്ടുണ്ട്. ഇനി ചട്നി അരയ്ക്കാൻ എന്തൊക്കെയാ? ഇനിതാ തേങ്ങ, അതിൽ വറുത്ത് വെച്ച കടലപ്പരിപ്പും മുളകും ഉപ്പും കൂടി ഇല്ല. ആ കടലപ്പരിപ്പും കൂടി ആറിയിട്ടിട്ട് കടലപ്പരിപ്പിനെയും മുളകിനെയും അതിലിട്ടിട്ട് അതിൽ വേണ്ട ഉപ്പിട്ടിട്ട് ഇത് അരച്ചുകൊണ്ട് വരാം. നമുക്കിതിനെ അരച്ചുകൊണ്ട് വരാം. എന്നിട്ടുണ്ട് അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്തിരുന്നില്ലേ? ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇത്തിരി കഴുകി വെച്ചിട്ടുണ്ട്. കട്ടിയായിട്ടുള്ള ചട്നി വേണമെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഒഴിച്ച് അതിൽ ബാക്കി ഉണ്ടായിരുന്ന എണ്ണയിൽ തന്നെ കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടി തുടങ്ങി. പൊട്ടി കഴിഞ്ഞിട്ട് അരിമണി ഉഴുന്ന് പരിപ്പിട്ടു. അതായതിനു ശേഷം കരുവേപ്പിൻ്റെ ഇട്ട് മുളകും കുറച്ചിട്ട് ചട്നിക്കുള്ള വറുത്തിട്ട് കഴിഞ്ഞിട്ട് ഇനി അതിന് ചട്നി അപ്പം നമ്മുടെ ചട്നിയായി. സാദാ സേവ, ലെമൺ സേവ, കോക്കനട്ട് സേവ, പിന്നെ ഇതെന്താ സംഭവം? ഇത് ചട്നി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.